ഹായ് ഫ്രണ്ട്സ്, എന്നെ അറിയുന്ന ആളുകൾ, എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, നമ്മൾ എല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നുണ്ട്. ചിലർ വിലപ്പെട്ട ആളുകളാവുന്നുണ്ട്, ചിലർ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ചിലരെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മളെ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ, പരസ്പരം കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഒരുപാട് രീതിയിൽ മാനസികമായിട്ടും നല്ല രീതിയിൽ അടുപ്പമുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം എന്നെ അറിയുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഞങ്ങളൊരു 6 വർഷം മുന്നേ അല്ലെങ്കിൽ 4 വർഷം മുന്നെയാണ് എൻ്റെ കല്യാണം. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ 4th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും. എങ്ങനെ ഈ സന്തോഷം നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ റീൽസിൽ, ടിക്ടോക്കിൽ ഒക്കെ സജീവമായിരുന്ന കാലത്ത് എനിക്ക് എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇല്ലായിരുന്നു. ആരും ഉണ്ടായിരുന്ന ഫാമിലി, റിലേറ്റീവ്സ്, ബ്രദർ, അതുപോലെ ഉമ്മ, ഉപ്പ, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് നേരെ എന്നോട് ചേർന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ റീൽസൊക്കെ ചെയ്യും. അതുപോലെ എൻ്റെ കൂടപ്പിറപ്പെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലുമൊക്കെ അഡിക്റ്റായിപ്പോയി. ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആളുകൾക്ക് എന്നെ അറിയാവുന്ന ആളുകളുണ്ട്, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാൻ എന്നോട് ചേർത്ത് വച്ചേക്കുന്ന ആളിൽ, എൻ്റെ ഈ ഒരു കൂട്ടായ്മയിൽ എൻ്റെ 4 വർഷം കൊണ്ട് എനിക്കുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ, എനിക്കെൻ്റെ വൈഫിനെ 4 വർഷത്തിനുള്ളിൽ ഇതുപോലെ എനിക്ക് ചേർത്ത് നിർത്താൻ എൻ്റെ ഫാമിലി, എൻ്റെ ഉപ്പ, ഉമ്മ, ഇക്കാക്ക, വൈഫ്, അങ്ങനെ ഒരു കുടുംബം, ആ കുടുംബത്തിലേക്ക് എനിക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന, എൻ്റേതെന്ന് പറയാൻ പറ്റുന്ന, എൻ്റെ സ്വന്തമെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന, എനിക്ക് എൻ്റെ എല്ലാം എന്നെനിക്ക് പറയാൻ പറ്റുന്ന, ഫസ്റ്റ് എൻ്റെ വൈഫ്, സെക്കൻഡ് എൻ്റെ കുട്ടികൾ, അങ്ങനെ എല്ലാം എനിക്ക് സമ്മാനിച്ച എൻ്റെ വൈഫ് എൻ്റെ ലൈഫിലെ എല്ലാം എന്നെനിക്ക് പറയണം. അത്രത്തോളം എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഇന്നേക്ക് 4th വെഡ്ഡിങ് ആനിവേഴ്സറി. എങ്ങനെ ഞാനത് സന്തോഷമായിട്ട് പറയണം, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിൻ്റെ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് പറയണമെന്നറിയില്ല. അത്രത്തോളം വിലപ്പെട്ട എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട എൻ്റെ വൈഫിൻ്റെ 4th വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ വിശ്വാസം അറിയിക്കണം. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതകാലം വളരെ ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ട്, ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ദൈവം അനുഗ്രഹിച്ച് പഠിച്ച തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹവും ഇനി മുന്നോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. തിരിച്ചും എനിക്കും നിങ്ങളുടെ അടുത്ത് അഡ്വൈസ് തരാനുള്ളത്, നമ്മുടെ ഉള്ളം കയ്യിലുണ്ടാവുന്ന ഒരു ലൈഫ് ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും. കാരണം കൈവിട്ടുള്ള കളിക്ക് നിൽക്കാതിരിക്കുക, കൈവിട്ടുള്ള കളികളിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ജീവിതം എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ട നിധിയാണ്. അതിൽ ഐക്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലൈഫ് തന്നെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ഒരുപാട് ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ടിക്ടോക്ക് ഇതിലൂടെ ഓവറായിട്ട് റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ, കുടുംബം നശിക്കുന്ന രീതിയിൽ പോകുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കൈവിട്ടുള്ള കളികൾക്ക് നിൽക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എന്നും വിലപ്പെട്ടത്, എന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ, എനിക്ക് എൻ്റേതെന്നുള്ള സ്വാതന്ത്ര്യം സ്വന്തമായിട്ട് പറയാൻ പറ്റുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് ഫാമിലിക്ക് മാത്രമേ കാണുള്ളൂ, വേറെ ആർക്കും കാണൂല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മളെ മനസ്സിനെ വല്ലാണ്ട് ഹർട്ട് ചെയ്ത് വിടുന്ന രീതിയിൽ ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത്.
അപ്പോൾ ലൈഫിൽ എല്ലാവിധ സന്തോഷങ്ങളും എനിക്ക് വരാനായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സേഫായിട്ട് തന്നെ ലൈഫിനെ കാണുക. ഉള്ളം കയ്യിലെന്നും സേഫായിരിക്കുക. ജീവിതത്തിനോടൊപ്പം തന്നെ കെട്ടിയ പെണ്ണ് സേഫായിരിക്കുക, കുടുംബം സേഫായിരിക്കുക, എല്ലാം സേഫായിരിക്കണം. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെനിക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.